നമസ്കാരം. രാവിലെ മോർണിംഗ് വാക്ക് കഴിഞ്ഞ് അതേ വേഷത്തിലാണ്. പെട്ടെന്നൊരു വിഷയം കൊടുക്കേണ്ടതുണ്ട് എന്ന് തോന്നിയതുകൊണ്ടാണ് അതിൽ തന്നെ അങ്ങ് കയറിയത്. അതായത് RLV രാമകൃഷ്ണൻ നേരിട്ട ജാതി അധിക്ഷേപമാണല്ലോ ചർച്ചാ വിഷയം. നമ്മൾ ബേസിക്കലി ആലോചിക്കേണ്ട ഒരു കാര്യം, ഈ അടുത്ത കാലത്ത് കുറെ കാലത്തിന് മുന്നേ നമ്മുടെ നാട്ടിൽ നിലനിന്ന ചാതുർവർണ്ണ്യത്തിന്റെ ഒരു പുതിയ വേർഷൻ ഇപ്പോൾ സമൂഹത്തിന്റെ പലയിടങ്ങളിലും പെട്ടെന്ന് ഉയർന്നു വരികയാണ്. അതായത് ജാതിപരമായ അധിക്ഷേപം പരസ്യമായിട്ട് നടത്താൻ വേണ്ടി ചിലർക്ക് ധൈര്യമുണ്ടാകുന്നുണ്ട്. അത് എന്തുകൊണ്ടെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എതിരഭിപ്രായം പറയുന്നവരോട് പാകിസ്ഥാനിലേക്ക് പോ, അല്ലെങ്കിൽ കലയിൽ രാഷ്ട്രീയത്തിലെല്ലാം ജാതീയത വല്ലാതെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു രീതി ജാതീയപരമായി മാറ്റി നിർത്തുകയാണ്. ഇന്നിപ്പോ RLV രാമകൃഷ്ണൻ അത് നേരിട്ടെങ്കിൽ നേരത്തെ വിനായകൻ അത് നേരിട്ടിട്ടുണ്ട്, നേരത്തെ ജാസി ഗിഫ്റ്റിന് അത് നേരിട്ടിട്ടുണ്ട്, നേരത്തെ പ്രസീത ചാലക്കുടി സമാനമായ അവസ്ഥയിലൂടെ കടന്നുപോയിട്ടുണ്ട്. എന്തുകൊണ്ടായിരിക്കണം ഒരു വിഭാഗത്തിന് നേരെ ഇപ്പോ പരസ്യമായിട്ടുള്ള ഇത്തരം പ്രതികരണങ്ങൾക്ക്, എന്തുകൊണ്ടായിരിക്കും ഈ സവർണ മാടമ്പിത്തരങ്ങൾക്ക് ഇത്തരം പ്രതികരണങ്ങൾ പരസ്യമായി നടത്താൻ ധൈര്യം നൽകിയിട്ടുള്ളത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ആ ചിന്തയില്ലായ്മയാണ് ഇത്തരം വിഷയങ്ങളെ പ്രതിരോധിക്കാൻ വലിയ പ്രശ്നമുണ്ടാകുന്നത്. എവിടെ നിന്നാണ് ഇത്രയും കാലം ഒളിച്ചു പിടിച്ചിരുന്ന ഇത്തരം കാര്യങ്ങൾ ഇവർ പരസ്യമായി തന്നെ മാധ്യമങ്ങൾക്ക് മുന്നിലും വിളിച്ചു പറയാൻ ധൈര്യം കാട്ടുന്നത്? ഒറ്റ കാരണമേ ഉള്ളൂ, സംഘപരിവാർ അധികാര കേന്ദ്രത്തിൽ ഇരിക്കുന്നു എന്ന ഒറ്റ കാരണം. ആ കാരണം ഇവർക്ക് വല്ലാത്ത ആത്മവിശ്വാസം നൽകിയിരിക്കുകയാണ്. അവർക്ക് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയല്ല, വിസു കുരുവാണ്. പഴയ രാജവംശത്തിലേക്കുള്ള മടങ്ങിപ്പോക്കാണ്. ഞങ്ങളുടെ കാലം തിരിച്ചു വരുന്നു എന്നുള്ള വല്ലാത്ത രീതിയിലുള്ള ആത്മവിശ്വാസം ഇവരുടെ ഉള്ളിലേക്ക് ഉടലെടുത്തിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇത്തരം പ്രതികരണങ്ങൾക്ക് കൂടുതൽ ധൈര്യം ഇവർക്കുണ്ടാകുന്നത്. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മന്ത്രി രാധാകൃഷ്ണൻ അദ്ദേഹവും നേരിട്ടു. ഈ അടുത്ത കാലത്ത് ഒരു ദേവസ്വം മന്ത്രി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം ഒരു ക്ഷേത്രത്തിൽ, കാസർഗോഡുള്ള ക്ഷേത്രത്തിൽ ചെന്ന സന്ദർഭത്തിൽ വിളക്ക് കൈ കൊടുക്കാൻ പറ്റാതെ, ഒരു മന്ത്രി എന്നുള്ള ഒരു പരിഗണന പോലും കൊടുക്കാതെ ഒരു സവർണ മാടമ്പിയായിട്ടുള്ള മറ്റൊരു വ്യക്തി വിളക്ക് താഴെ വെച്ചു കൊടുക്കുകയാണ്. അത്തരത്തിൽ ജാതിപരമായി പരസ്യമായി അധിക്ഷേപിക്കാനുള്ള ധൈര്യം ഇവർക്കുണ്ടാക്കി കൊടുക്കുന്നത്, ഇവരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നത് ഒറ്റ കാരണമാണ്, സംഘപരിവാറിന്റെ തിരിച്ചുവരവ് ഉണ്ടാകുന്നു എന്നുള്ള വലിയ പ്രതീക്ഷ. അതിനെ സംബന്ധിച്ച് മന്ത്രി രാധാകൃഷ്ണൻ പറഞ്ഞ ചില വാക്കുകൾ വളരെ പ്രസക്തമാണ്. അപ്പോൾ നിങ്ങളുടെ കാലിൽ എൻ്റെ കാല് തൊട്ട് കഴിഞ്ഞാൽ ഞാൻ അത് വിശ്വാസമില്ലാന്നല്ല പെട്ടെന്ന് തൊട്ട് ഇങ്ങനെ വയ്ക്കും. അതൊക്കെ ഒരു മനസ്സിൽ കൊണ്ടു നടക്കുന്ന ചില സങ്കല്പങ്ങളോ പെട്ടെന്ന് തീരില്ല. ജാതി ചിന്തകൾക്കെതിരായിക്കൊണ്ട് വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങളും സമരങ്ങളൊക്കെ നടന്ന നാടാണ് നമ്മുടേത്. എന്നിട്ട് പോലും ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങൾ വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഒരുപാട് മുന്നിലാണ്. ആ മുന്നിലാണെന്ന് പറയുമ്പോഴും ചിലതൊക്കെ അവശേഷിക്കുന്നുണ്ട്. അത് ഞാൻ നേരത്തെ ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, അതൊക്കെ ഉണ്ടാവും. അതുണ്ടായില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. കാരണം അത്രയേറെ വിദഗ്ധമായിട്ടാണ് ജാതി വ്യവസ്ഥ നമ്മുടെ സമൂഹത്തിൽ അടിച്ചേൽപ്പിച്ചത്. സമൂഹത്തിൽ ജാതി വ്യവസ്ഥ അടിച്ചേൽപ്പിച്ച ആളുകളുടെ ബുദ്ധി എന്ന് പറഞ്ഞാൽ ഇന്നത്തെ മോസ്റ്റ് മോഡേൺ ടെക്നോളജിയെ തോൽപ്പിക്കാവുന്ന രീതിയിലുള്ള ബുദ്ധിയാണ് അന്ന് ഉപയോഗിച്ചിരിക്കുന്നത്. ഇപ്പോഴും നമ്മുടെ മനസ്സിലേക്ക് അവസാനം വരുമ്പോൾ ജാതിയുണ്ട്, ഉപജാതിയുണ്ട്, അതിലേക്ക് വരും. അതാണ് അത് സങ്കല്പം. അത് മാറ്റുക എന്നുള്ളത് വലിയ പോരാട്ടത്തിലൂടെ കഴിയും. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ കേവലം ജാതി സംഘടനകളോ അല്ലെങ്കിൽ സാമുദായ സംഘടനകളോ മാത്രമല്ല ഈ സമരത്തിൽ പങ്കാളികളാവുന്നത്. വർഗപരമായിട്ട് കർഷക തൊഴിലാളികളടക്കം ഈ സമരത്തിൽ പങ്കെടുക്കുകയാണ്. അവർക്ക് വ്യക്തിപരമായിട്ടൊക്കെ ഓരോരുത്തർക്ക് ഓരോ വിഷയത്തെക്കുറിച്ച് അഭിപ്രായം ഉണ്ടാവും, അത് പറയുകയാണ്. ഞാൻ എൻ്റെ അഭിപ്രായം പറയും. ഈ ചിന്തയെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കും. ഞാനിപ്പോൾ അവസാനം പറഞ്ഞ ചിന്തയില്ലേ, അതാണ് വിശാലമായിട്ട് നമ്മുടെ ജാതി വ്യവസ്ഥയും അതുണ്ടാക്കിയ ദുരന്തങ്ങൾക്കും പരിഹാരം കാണാനുള്ള മാർഗം. ജാതി വ്യവസ്ഥ ഉണ്ടാക്കിയൊരു ദുരന്തമുണ്ടല്ലോ, ആ ദുരന്തം മാറണമെങ്കിൽ ജാതിരഹിതമായിട്ടുള്ള ഒരു സമൂഹം ഭാവിയിൽ ഉണ്ടാകണം. അത് പെട്ടെന്നുണ്ടാവില്ല. ഒരു പ്രഖ്യാപനം കൊണ്ടോ ഒരു പ്രസ്താവന കൊണ്ടോ ജാതിരഹിത സമൂഹം ഉണ്ടാകില്ല. ഞാൻ പറഞ്ഞില്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആവുമ്പോഴും പ്രധാനമായിട്ടും ചെയ്തുകൊണ്ടിരിക്കുന്നത്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചെയ്തുകൊണ്ടല്ലേ ഈ കേരളത്തിൽ ഇത്രയും മാറ്റം വന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സ്വാധീനമുള്ളത് കൊണ്ട് മാത്രമാണ് ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള വിവിധ ഘട്ടങ്ങളിൽ വന്ന ഗവൺമെൻറ്റുകളാണ് നമ്മുടെ സമൂഹത്തിലെ ഈ പാവപ്പെട്ട ആളുകളുടെ ജീവിതം മെച്ചപ്പെടുത്തിയത്. അതിൻ്റെ ഒറ്റ ഉദാഹരണം ഞാൻ പറയാം. 1937 ഗാന്ധിജി നമ്മുടെ എല്ലാ സാമൂഹിക നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ നായകരെ കാണാൻ വേണ്ടി നമ്മുടെ രാജ്യം മുഴുവൻ ചുറ്റി സഞ്ചരിച്ചു. നമ്മുടെ കേരളത്തിലും വരികയുണ്ടായി. കേരളത്തിൽ വന്ന് ഒട്ടേറെ സാമൂഹിക പരിഷ്കർത്താക്കളുമായിട്ട് കൂടിക്കാഴ്ച നടത്തി. അതിൽ മഹാത്മാ അയ്യങ്കാളിയായിട്ട് കൂടിച്ചേരുകയുണ്ടായി. അന്ന് അയ്യങ്കാളിയോട് ഗാന്ധിജി ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എന്താണ് നിങ്ങൾക്ക് വേണ്ടതെന്ന്, നിങ്ങളുടെ ആവശ്യം എന്താണെന്ന് ചോദിക്കും.
വന്ന് 1937 ഗാന്ധിജിയോട് അയ്യങ്കാളി പറഞ്ഞത് എൻ്റെ സമുദായത്തിൽപ്പെട്ട 10 BA-ക്കാരെ കണ്ട് കണ്ണടയ്ക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അയ്യങ്കാളി 41-ൽ അന്തരിച്ചു. 10 BA-ക്കാരെ കണ്ട് കണ്ണടയ്ക്കാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ ഞാൻ അഭിമാനത്തോടു കൂടി പറയുന്നു, നമ്മുടെ കേരളത്തിൽ നിന്നും 425 കുട്ടികളാണ് വിദേശ സർവകലാശാലയിൽ പോയി പഠിക്കുന്നത് 2 വർഷം കൊണ്ട്. ഈ വർഷം 310 കുട്ടികളെ ഇങ്ങോട്ട് വിടുക. ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് നമ്മുടെ കുട്ടികൾ പോവുക. അപ്പോൾ എങ്ങനെയാണ് മാറിയത്? അത് മാറിയത് 57 അധികാരത്തിൽ വന്ന ഗവൺമെൻറ് കൊണ്ടുവന്ന വിദ്യാഭ്യാസ പരിഷ്കാരമാണ്. ആ വിദ്യാഭ്യാസ പരിഷ്കാരത്തിലൂടെ നമ്മുടെ കേരളത്തിലെ എല്ലാ പാവപ്പെട്ടവൻ്റെ മക്കൾക്കും പഠിക്കാനുള്ള അവസരമുണ്ടായി. അതുതന്നെയാണ് കേരളത്തിൻ്റെ ഈ ദളിത് വിഭാഗത്തിൻ്റെ ഇടയിലുണ്ടായ വലിയ സാമൂഹിക മാറ്റത്തിൻ്റെ കാര്യം. അന്തസ്സും അഭിമാനവും അവർക്കുണ്ടായത് അതുകൊണ്ട് സ്വന്തം ഭൂമിയിൽ നിൽക്കാൻ, കാലുറപ്പിച്ച് നിൽക്കാനുള്ള അവസരം ഉണ്ടായി കുടികിടപ്പാവകാശത്തിലൂടെ. വിദ്യാഭ്യാസ പരിഷ്കരണത്തോടെ അവർക്ക് വിദ്യാഭ്യാസം ലഭിക്കാനുള്ള അവസരം. അങ്ങനെയാണ് കേരളത്തിലെ ദളിതുകൾ, അല്ലെങ്കിൽ ആദിവാസികൾ, അല്ലെങ്കിൽ പിന്നോക്കക്കാർ, അല്ലെങ്കിൽ മതന്യൂനപക്ഷങ്ങളിൽപ്പെട്ട ആളുകളെല്ലാം ഒരുപോലെ ആത്മാഭിമാനത്തോടും അന്തസ്സോടും കൂടി ജീവിക്കുന്ന ഒരു അന്തരീക്ഷം നമ്മുടെ കേരളത്തിലുണ്ടാകും. പറഞ്ഞിട്ടുണ്ട്, എപ്പോഴും പറയാറുണ്ട്. അതിലൊന്നൊരു മടിയും കാണിച്ചിട്ടില്ല. പറയേണ്ട കേട്ടില്ലേ? മനുസ്മൃതിയിൽ വെണ്ടയ്ക്ക അക്ഷരത്തിൽ ആഭ്യന്തര ശത്രുക്കളായി 3 പേരുടെ പേരെഴുതി വെച്ചിട്ടുണ്ട്. മുസ്ലിങ്ങൾ, ക്രിസ്ത്യാനികൾ, കമ്മ്യൂണിസ്റ്റുകൾ. 19, 20, 21 പേജുകളിൽ. എന്തിന്? ഒരു രാജ്യത്തിന്റെ പൗരന്മാർ അവർക്ക് ആഭ്യന്തര ശത്രുക്കളാകുന്നത് എന്തുകൊണ്ടെന്നാൽ അവരുടെ ആശയങ്ങളെ പ്രതിരോധിക്കുന്നത് കമ്മ്യൂണിസ്റ്റുകാരാണ്. അവരുടെ ആശയങ്ങൾ പ്രകാരം അവരുടെ ശത്രുക്കൾ, അവരുടെ ജാതീയപരമായ വളർച്ചയ്ക്ക് അല്ലെങ്കിൽ അവരുടെ ജാതീയതയ്ക്ക് അല്ലെങ്കിൽ ഹിന്ദുത്വയ്ക്ക് എതിരായി നിൽക്കുന്ന 2 ശത്രുക്കൾ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളുമാണ്. അവർ മതവിഭാഗക്കാരാണ്. അവരുടെ മതങ്ങൾ ഇവരുടെ ഐഡിയകൾ പ്രചരിപ്പിക്കുന്നതിന് എതിരായി നിൽക്കുന്നവരാണ്. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട കാരണം. അങ്ങനെയുള്ള ആ 3 ശത്രുക്കൾ, ആ ശത്രുക്കൾ ഇവിടെ ശക്തമായി നിലകൊള്ളുന്നത് കൊണ്ടാണ് ഇവർക്ക് വേണ്ട രീതിയിൽ ഇവരുടെ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കാൻ കഴിയാതെ വരുന്നത്. അതിൽ അവർ വല്ലാത്ത അസംതൃപ്തരുമാണ്. പക്ഷെ അവർ ഉള്ളാലെ ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട്. അവർക്ക് വിസുഗുരുവിലൂടെ ഈ സ്ഥാനം ഇനി ഊട്ടി ഉറപ്പിക്കാൻ കഴിയും. അതിന്റെ ഒരു ട്രയൽ വേർഷൻ എന്തെന്ന് നോക്കിയാൽ, ഈ ആറ്റുകാൽ പൊങ്കാല നടന്ന സന്ദർഭത്തിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, ഈ കവടിയാർ കൊട്ടാരത്തിന്റെ ഒരു പ്രത്യേക രഥയാത്ര നമ്മുടെ രാജവീതികളിലൂടെ കടന്നുപോയ ഒരു സംഭവം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. ഇത് പല രൂപത്തിൽ തിരിച്ചു വരാനുള്ള ആത്മവിശ്വാസം ഉണ്ടാകുന്നുണ്ട്. അവർക്ക് പത്മശ്രീ കൊടുക്കുകയാണ്. എന്തിനെന്ന് ചോദിച്ചാൽ ആർക്കും അറിയില്ല. അങ്ങനെ ഈ നാടിനെ പിന്നോട്ടേക്ക് നയിക്കാനുള്ള സംഘടിതമായ ശ്രമം നടക്കുന്നുണ്ടെന്ന് തിരിച്ചറിയാൻ ഈ നാട്ടിലെ പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ടവർക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ, നിങ്ങൾ ഈ നാടിനെ, നിങ്ങൾക്ക് ഇന്നലകളിൽ നേടിത്തന്ന സ്വാതന്ത്ര്യത്തെ നിങ്ങൾ തന്നെ വിശ്വാസത്തിന്റെ അപ്പക്കഷ്ണത്തിന് പുറകെ പോയി നശിപ്പിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. തിരിച്ചറിയാൻ പറ്റിയില്ലെങ്കിൽ അത് വലിയ അപകടത്തിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തിക്കും. നിങ്ങളുടെ സംഗീതം, നിങ്ങളുടെ കലകൾ, നിങ്ങളുടെ ആചാരങ്ങൾ ഇതെല്ലാം അയിത്തമായി കാണുന്ന ഒരു വിഭാഗക്കാരെ നിങ്ങൾ എത്രമാത്രം ഹിന്ദുക്കളാണെന്ന് പറഞ്ഞുള്ള വ്യാജേനെ അവർക്കൊപ്പം നിർത്താൻ ശ്രമിച്ചാൽ അത് അവരുടെ വഴി കൂടുതൽ സുഗമമാക്കാനാണ് എന്നുള്ള ഒരു അപകടം തിരിച്ചറിയേണ്ട സന്ദർഭമാണ്. ആ അപകടം പതിയിരിക്കുന്നത് മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിൽ സ്വയം കുഴിയിലേക്ക് ചാടുകയാണെന്ന് തിരിച്ചറിയേണ്ടി വരും.